ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ വിശുദ്ധ ദിവസം കൂടെ കാണുവാനും അനുഭവിപ്പാനും ദൈവം നൽകുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 38 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 20 അധ്യായം 10 വാക്യം. യോവാബിൻ്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. ദാവീദിൻ്റെ സഹോദരി പുത്രനായിരുന്നു അമാസ. ദാവീദിൻ്റെ സഹോദരി അബീഗയിലിൻ്റെയും ഇശ്മായേല്യനായ യേഥറിൻ്റെയും മകൻ. സേനാ നായകനും ആയിരുന്നു അമാസ. യോവാബിന് പകരം അബ്ശാലോം സേനാധിപതി ആക്കിയ വ്യക്തിയായിരുന്നു അമാസ. ഇസ്രായേലും അബ്ശാലോമും അക്കാലത്ത് ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങിയിരുന്നു. ജനം പടനിലത്തേക്ക് ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വെച്ച് പടയുണ്ടായി. എന്നാൽ ഇസ്രായേൽ ജനം ദാവീദിൻ്റെ ചേവകരോട് തോറ്റു എന്ന് പറയുന്നു. അങ്ങനെ ദാവീദിൻ്റെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം തോറ്റുപോകുന്നു. തുടർന്ന് ദാവീദ് രാജാവ് അമാസയെ തൻ്റെ സേനാ നായകനാക്കി തീർക്കുന്നു. ഈ പ്രഭാതത്തിൽ അമാസയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, സേനാ നായകനായി തീരുവാൻ അമാസയ്ക്ക് കഴിഞ്ഞു. ദാവീദ് തൻ്റെ കൂടെയുള്ള ജനത്തെ എണ്ണി നോക്കുന്നതായിട്ടും അവർക്ക് അധിപതിമാരെ നിയമിക്കുന്നതായിട്ടും 2 ശമൂവേൽ 18 അധ്യായം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് അവർക്ക് സഹസ്ര അധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. എന്നാൽ 1/3 അംശം യോവാബിന് നൽകുന്നു. 1/3 പങ്ക് യോവാബിൻ്റെ സഹോദരനായ അബീശയ്ക്ക് നൽകുന്നു. എന്നാൽ മറ്റൊരു പങ്ക് ഗിത്യനായ ഇത്ഥായിയുടെ കൈക്കീഴും നൽകുന്നു. എന്നാൽ അതിനുശേഷമാണ് സേനാനായകനാകുവാൻ അമാസയും യോഗ്യനാകുന്നു എന്ന് ഇവിടെ ദാവീദ് മനസ്സിലാക്കുന്നത്. അമാസയോട് രാജാവ് പറയുന്നത് ഇപ്രകാരമാണ്: നീ യോവാബിനു പകരം എപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതി ആയിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന്. അങ്ങനെയെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ അമാസയ്ക്ക് സാധിച്ചു. രണ്ടാമതായി, ചതിവിലൂടെ അന്ത്യം സംഭവിക്കുന്നു. യോവാബിന് പകരം അമാസയെ ദാവീദ് രാജാവ് സേനാനായകനാക്കിയത് യോവാബിന് സഹിച്ചില്ല. യോവാബ് അമാസയെ ചതിവിലൂടെ വകവരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ യോവാബ് അമാസയോട് സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്തു കൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിൻ്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. 2ാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. പ്രിയമുള്ളവരെ, ചതിവും വഞ്ചനയും മുഖമുദ്രയായി സ്വീകരിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അങ്ങനെ തിന്മ കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ നമ്മിലെ നന്മയ്ക്ക് കുറവ് വരാതിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ നമ്മിലൂടെ പ്രദർശിപ്പിക്കണം. അത്തരത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ചതിവിലും വഞ്ചനയിലും അകപ്പെട്ടു പോകാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ക്രിസ്തുവിൻ്റെ ഭാവം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ പ്രദർശിപ്പിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.